ഞങ്ങളുടെ അസ്ഥിരമാക്കപ്പെട്ട തടഞ്ഞുവെച്ച മുഴുവൻ അസറ്റും റിലീസ് ചെയ്യണം, മുഴുവൻ ഡെപ്പോസിറ്റുകളും റിലീസ് ചെയ്യണം. ലെബനണിലെ ആക്രമണം സമ്പൂർണ്ണമായി അവസാനിപ്പിക്കണം. പാകിസ്ഥാനിൽ മധ്യസ്ഥ ചർച്ച ആരംഭിക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന ചർച്ചയുടെ സൂചനകൾ ഇതാണ്. ഇറാൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പ്രധാനമായും ഇത് രണ്ടുമാണ്. ഇനി ബാക്കിയുള്ള പോയിന്റുകളിലേക്ക് ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴും സാമ്പത്തികമായി അവർ നേരിടുന്ന ഉപരോധവും അതിൻ്റെ അസ്ഥിരതയും ഇല്ലാതാക്കൽ തന്നെയാവും ഈ വിലപേശലിൽ ഒരു മുഖ്യ അജണ്ടയായി ഇറാൻ മുന്നോട്ട് വെക്കുക. ട്രംപ് പറയുന്നുണ്ട് ഇടയ്ക്കിടെ അവിടുത്തെ കപ്പലിൽ മുഴുവൻ സാധനങ്ങൾ കയറ്റുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ സത്യത്തിൽ പുള്ളിയുടെ അവസ്ഥ സാധനം മുഴുവൻ കപ്പലിൽ കയറ്റുന്ന അവസ്ഥയിലാണ് ഉള്ളത് എന്നതാണ് സത്യം. ഏതായാലും അതെല്ലാം കയറ്റി ഉടൻ തന്നെ അടിയങ്ങ് ആരംഭിച്ചു കളയും എന്നൊക്കെ പറയുമ്പോഴും ഇറാൻ കുലുങ്ങുന്നില്ലെന്ന് മാത്രമല്ല, അവർ കഴിഞ്ഞ ദിവസം ഒരു കരട് ബില്ലിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടു. അതിൽ കൂടി കടന്നു പോകുന്ന കപ്പലുകൾ ഇറാൻ്റെ റിയാലിൽ തുകയടയ്ക്കണം, അല്ലാതെ ഡോളറും മറ്റു കാര്യങ്ങളൊന്നും എടുക്കില്ല. അതിന് പറഞ്ഞു കേൾക്കുന്നത് ഒരു കപ്പലിന് $2 ലക്ഷം തുല്യമായ തുക എന്നാണ് പറയുന്നത്. സ്വതന്ത്രമായി ആർക്കും താറാവിന് പോലും കടന്നു പോകാവുന്ന ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാനും വലിച്ചെടുക്കാനും അടിച്ചു കീറാനും ചെന്നപ്പോൾ ഇപ്പോൾ ഇറാൻ്റെ നാണയത്തിൽ തന്നെ കപ്പം കൊടുത്തെങ്കിലേ അതിൽ കൂടി പോകാൻ അനുവദിക്കൂ എന്ന് പറയുന്ന കടുത്ത നിലപാട് ഇറാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ആ നിലപാടൊന്നും അതിൽ ഉറച്ചു നിന്ന് ലോകത്ത് നടപ്പിലാക്കുകയൊക്കെ അസാധ്യമാണ്. പക്ഷേ ആ പോയിൻ്റൊക്കെ ഇടുന്നത് നെഗോസിയേഷനിലെ ഓരോ ബാർഗെയിനിങ് പോയിൻ്റായിട്ടാണ്. ഇറാന് വേണ്ടത് സാമ്പത്തിക അസ്ഥിരതയിൽ നിന്നുള്ള മോചനമാണ്. അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയണം. ഉപരോധം കൊണ്ടുവന്ന സമയത്ത് ഫ്രീസ് ചെയ്യപ്പെട്ട ഒരുപാട് അസറ്റുകളുണ്ട് പല ഭാഗങ്ങളിൽ. ആ അസറ്റുകളെല്ലാം അവർക്ക് റിലീസ് ചെയ്ത് കിട്ടണം. കാരണം അത്രമേൽ രൂക്ഷമാണ് അവരുടെ സാമ്പത്തിക പ്രതിസന്ധി. ഇറാൻ്റെ സ്ഥാനത്ത് വേറൊരു രാജ്യമായിരുന്നെങ്കിൽ ഈ അടി വാങ്ങിച്ച് ഓടിപ്പോയി അടിമത്തം പറഞ്ഞ് കാൽക്കൽ വീണ് അവസാനിപ്പിക്കേ ഉള്ളായിരുന്നുള്ളൂ. എല്ലാത്തിനും വില ലക്ഷക്കണക്കിന് ഡോളറുകളാണ്. ആകെ സുലഭമായുള്ളത് പെട്രോൾ മാത്രമാണ്. അത് വിൽക്കാൻ പോലും ഇവരനുവദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ ആവശ്യം തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീസ് ചെയ്ത അസറ്റെല്ലാം റിലീസ് ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമതായി അവർ ഉന്നയിച്ചത് ലെബനോണിൽ നടക്കുന്ന ആക്രമണം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. ഹിസ്ബുള്ളയും ഹൂത്തിയും ഒക്കെ അവരുടെ ഹാംസാണ്, അവരുടെ സേനയിൽപ്പെടുന്നവരാണ്. അതെല്ലാം കൂടി ഉപയോഗിച്ചാണ് അവരവിടെ നിലനിൽക്കുന്നത്. അങ്ങനെ ഈ കെയർ ഓഫിൽ അവരെ മാത്രമങ്ങ് അടിക്കാം, നിങ്ങളുമായി അങ്ങ് ഒത്തുതീർപ്പാവാം എന്ന് പറയുന്ന നയത്തോട് ഒപ്പമില്ലെന്നാണ് ഇറാൻ പറയുന്നത്. ലെബനോൺ അവസാനിപ്പിക്കണം. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ലെബനോണിൻ്റെ പ്രധാനമന്ത്രിയോ മറ്റോ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട് ചർച്ചയ്ക്കായി, ഇത് അവസാനിപ്പിക്കുന്ന ചർച്ചയ്ക്കായി. ഇതിനിടയിൽ ട്രംപ് വിളിച്ച് 5-6 തെറി പറഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട് നമ്മുടെ നെതന്യാഹുവിനെ, നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വിളിച്ചു പറഞ്ഞതുപോലെ. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ നീ ഉണ്ടാക്കി കലക്കി കളയുമോ എന്നും ചോദിച്ചു. അങ്ങനെ അടിയുടെ തോത് കുറച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും അവിടെ പൂർണ്ണമായും അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഇറാൻ്റെ ആവശ്യം. ചർച്ചകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ഇതാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ.